ഹായ് ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് കുറേ നാൾ കൊണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കല്യാണത്തിന് അടുപ്പിച്ചിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്നേരം എടുക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര ഓട്ടവും തിരക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എടുക്കാം. കാര്യം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നില്ല ഞാൻ ഈ ടോപ്പിക്കുമായിട്ട് പിന്നെ മുന്നോട്ടേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടോന്നുള്ളത്. അപ്പോൾ കല്യാണ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എന്തെങ്കിലും സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ ഫേഷ്യൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതുതായിട്ടൊന്നും ആഡ് ഓൺ എന്നുള്ള രീതിയിൽ സ്കിന്നിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന സെയിം സാധനങ്ങൾ തന്നെയായിരുന്നു ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതല്ലാതെ എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ എൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിശ്ചയം ഞാൻ ബ്ലോഗൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമൊക്കെ ആയപ്പോഴും ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേ എനിക്ക് പല കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടി. ആൻഡ് ഓൾറെഡി എൻ്റെ കയ്യിൽ പ്രോഡക്ട്സോ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ. SPF ആണെങ്കിലും മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിലും സീറംസ് ആണെങ്കിലും അതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അതല്ലാതെ എല്ലാം കേട്ട് മനസ്സിലാക്കി വന്നിട്ട് അതിനനുസരിച്ച് ഞാൻ ഇവിടെ നിന്ന് ചെയ്തു. അവിടെ നിന്ന് കേട്ടൊരു വാക്കാണ് കൊളാജൻ. ബേസിക്കലി കൊളാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, ഫോർ എക്സാമ്പിൾ നമ്മൾ നഖം കട്ടിയില്ലാത്ത ആൾക്കാരുണ്ടാകും, കൊളാജൻ കുറവാന്ന് പറയും. അതായത് നല്ല കട്ടിയിൽ നഖം വരുന്നത് നമുക്ക് ഇങ്ങനെ ആക്കുമ്പോഴേലും നഖമൊക്കെ ഒടിഞ്ഞു ആ കൊളാജൻ്റെ കുറവ് കൊണ്ടാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വേറെയും പല റീസൺസിനാണ്. വൺ ഓഫ് ദി റീസൺ ഇതാണ്. ആൻഡ് സ്കിന്ന് നന്നായിട്ട് ഫേം ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കുക, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിവൈവ് ചെയ്യാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഈവൻ ജോയിൻസിന് പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓൾ ഓവർ ബോഡി പല രീതിയിലും ഈ ഒരു കൊളാജൻ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൊളാജൻ എന്നുള്ളൊരു ടേം കേട്ടപ്പോഴേലും സപ്ലിമെന്റ്സ് ആയിട്ട് കഴിക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഞാൻ എന്നാൽ നോക്കട്ടെ എന്നുള്ള രീതി ഞാൻ എൻ്റെ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജൻ ജാപ്പനീസ് മെറൈൻ കൊളാജൻ പെപ്റ്റൈഡ്. ബേസിക്കലി ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്ന ശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ, അതായത് ആ ടൈമിൽ എൻ്റെ അടുത്ത് പ്രോഡക്ട്സ് ഒരുപാട് ലിസ്റ്റ് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം നിൽക്കട്ടെ പിന്നെ വാങ്ങിക്കാനുള്ള രീതിയിൽ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വന്ന് ഞാൻ ഓരോന്നോരോന്ന് സെർച്ച് ചെയ്തപ്പോഴേലും അതായത് ആ ഒരു കൂട്ടത്തിലാണ് ഈ കൊളാജൻ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നോക്കുന്നതും കാണുന്നതും. അതിനെപ്പറ്റി കുറേ റിവ്യൂസും കാര്യങ്ങളും കണ്ടു. ഈവൻ ഡോക്ടർ പ്രസൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ കം ഡോക്ടറാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഓക്കെ ഫൈൻ എന്നാൽ പിന്നെ ഇത് ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നത്. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ബ്ലൈൻഡ്ലി ഇത് ഫോളോ ചെയ്യണം, നിങ്ങളിത് വാങ്ങിച്ച് കഴിക്കണം അങ്ങനെയല്ല പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. ഇഫ് യു വോണ്ട് യു ക്യാൻ ട്രൈ, ഇല്ലെങ്കിൽ ജസ്റ്റ് കേട്ടിട്ട് ഇന്ന രീതിയിൽ വിടാം. സോ ബേസിക്കലി കൊളാജൻ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ഫേമറായിട്ട് യൂത്ത്ഫുൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, നെയിൽസിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവറോൾ നമ്മുടെ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ ഹെൽപ്പ് ചെയ്യും. ശരിക്കും കൊളാജൻ നമുക്ക് കിട്ടുക റെഡ് മീറ്റ്, അതേപോലെ തന്നെ എന്താ പറയുക ഫിഷ്, ഈ നോൺ വെജ് ഐറ്റംസിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. വെജിൽ കുറവാണ്. അപ്പോൾ മത്തി ഇതിലൊക്കെ നല്ല കൊളാജൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതായത് നമുക്കൊരു എമൗണ്ട് ഉണ്ടാവില്ല, ഇത്ര എമൗണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. അതിത് നമുക്ക് കിട്ടുന്നത് അബ്സോർബായി നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തെടുക്കുന്ന സാധനം അതും ഭയങ്കര കുറവായിരിക്കും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേലും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് കൊളാജൻ എന്ന് പറഞ്ഞ സാധനം എടുക്കണം നല്ലതായിരിക്കും. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ കൊളാജൻ ഞാൻ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ 1 ടേബിൾ സ്പൂൺ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ കൊളാജൻ എടുക്കും. പ്ലസ് നമ്മളൊരു 200 ml വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുക. ഇതല്ലാതെ നമുക്ക് സ്മൂത്തിയിൽ അതേപോലെ തന്നെ പാൻ കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതേപോലെ ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക. ആൻഡ് ഓൾമോസ്റ്റ് സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. അതായത് ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 28 days ഒക്കെ നിൽക്കത്തുള്ളൂ. ഇതേപോലെ ഒരു സ്കൂപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, കുടിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആൻഡ് ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ഒരു ലെമണേഡ് ഫ്ലേവറാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ക്ലിനിക്കലി പ്രൂവൺ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല സ്വിസ് ഒറിജിനൽ ഫോർമുലയാണ്. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കൊളാജൻ വന്നിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കൊളാജൻ സപ്ലിമെന്റ്സ് ആണ്. മാത്രമല്ല മെർക്കുറി ഫ്രീ ആണ്, ഹലാൽ സർട്ടിഫൈഡ് ആണ്. ഇതൊന്നും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ജാപ്പനീസ് മെറൈൻ കൊളാജ് പെപ്റ്റൈഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൽ എസ്തസാന്തൻ ഉണ്ട്, അതായത് വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി ഒക്കെ ഒരു 6000 times മോർ ദാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് ഐറ്റം. എന്തായാലും ഒരു അടിപൊളി ഐറ്റമാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ആൻഡ് ഞാൻ തായ്ലാൻഡിലുള്ള ടൈമിൽ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കൊളാജൻ, ഇതല്ലാതെ വേറൊരു കൊളാജൻ പൗഡർ
പൗഡർ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായി. അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ്. അത് തീർന്നപ്പോഴേലും എനിക്ക് ഈ കൊളാജൻ കുടിച്ചിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നിർത്തണ്ട, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതേപോലെ കൊളാജൻ്റെ ഫുൾ ബോക്സ് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ക്യൂബ്സ് പോലെ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോട്ടിലിൽ ക്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് സാധനം വരെ. അത് പീൽ ചെയ്യുക, വാട്ടർ ബോട്ടിലിനകത്ത് ഇടുക, എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ കുടിച്ച് തീർക്കുന്ന പരുവത്തിൽ. പക്ഷേ എനിക്കത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു. ഇൻ ദ സെൻസ് സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നമുക്ക് എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭയങ്കര കുത്തുന്ന ഒരു രുചി. എനിക്ക് ആ രുചിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഷേക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു സാധനമാണ്, ഇതൊരു ലെമണേഡ് ഫ്ലേവറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് ആയിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷേക്ക് ന്യൂട്രിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ബൈ.